15 വയസ്സുകാരൻ ആദിശേഖരനെ കാറ് കയറ്റി കൊന്ന പ്രതിക്ക് ജീവപര്യന്തം. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജി 6ാം കോടതിയാണ് ഇന്ന് വിധി പ്രസ്താവിച്ചത്. കേരളത്തെ പൊതുവെ ഒന്ന് ഞടുക്കിയ സംഭവം തന്നെയാണ്. കാരണം 15 വയസ്സുകാരൻ്റെ സൈക്കിളിൽ പോകുന്നതും അയാളുടെ സുഹൃത്ത് അതിലും പ്രായം കുറഞ്ഞ ആൾ സൈക്കിളിൽ റോഡിൽ കൂടെ പോകുന്നത് CCTV ദൃശ്യത്തിൽ നമുക്ക് കാണാം. വെയിറ്റ് ചെയ്തിരുന്ന കാറ് നേരെ ആ കൊച്ചിൻ്റെ പിന്നിൽ കൊണ്ടുപോയി അതിൻ്റെ പുറത്തൂടെ കയറ്റി കാറ് വിടുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. എത്ര ദയനീയമായ ഒരു അന്ത്യമായിരുന്നു ആ കൊച്ചിന്. 15 വയസ്സേ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പുളിങ്കോട് അരുണോദയത്തിലെ അധ്യാപകനായ അരുൺകുമാറിൻ്റെയും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥ ഷീബയുടെയും മകനാണ് 15 വയസ്സുകാരൻ. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാട്ടാക്കട ചിന്മയ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നമുക്ക് നേരിട്ട് കാണാം. ആ കാട്ടാക്കട പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജൻ എന്ന് പറഞ്ഞത് ഈ പുളിങ്കോട് ഇവരുടെ ഈ അധ്യാപകന്റെ പുളിങ്കോട് ക്ഷേത്രത്തിൽ അതിൻ്റെ ഗ്രൗണ്ടിൽ ഈ കുട്ടികൾ സൈക്കിള് ചവിട്ടി കളിക്കുകയായിരുന്നു. ആദിശേഖരനും ഉണ്ട്, അയാളെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ആ സമയത്ത് ഈ പ്രതിയായ പ്രിയരഞ്ജൻ ഒരു കാറിൽ വന്നിട്ട് കുട്ടികളെടുത്ത് ക്ഷേത്രത്തിൻ്റെ മതിൽ ആരാണ് മൂത്രം ഒഴിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ആ കുട്ടികളുമായിട്ട് വഴക്കുണ്ടായി. കുട്ടികളത് നിഷേധിച്ചു. ക്ഷേത്രത്തിൻ്റെ വെളിയിലെ മതിലിലെ മൂലയിൽ ഒരു മൂത്രം ഒഴിച്ചതാണ് പ്രശ്നം. അത് ആരോ ഒരു കുട്ടി ഒഴിച്ചായിരിക്കാം, അല്ല പ്രായമുള്ള ഒരാൾ ഒഴിച്ചായിരിക്കാം. അത് ആദിശേഖരനാണ് എന്ന് കണക്കാക്കി ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ചോദിച്ചു. പ്രിയരഞ്ജന് എന്താ ഇതിനകത്ത് കാര്യമെന്ന് മനസ്സിലാകുന്നത്. ആ കുട്ടികൾ കളി കഴിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ മുൻവശത്ത് വന്നു. അവിടെ ആയിലോട്ട് സൈക്കിൾ ചവിട്ടി 2 പേരും വരുന്നു. ക്ഷേത്രത്തിന് സമീപത്ത് ഇയാൾ കാറ് കൊണ്ടിട്ട് അതിൽ കയറിയിരുന്ന് ഈ കുട്ടികളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു. കുട്ടികൾ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോയപ്പോൾ ആദിശേഖരൻ ആ കാറിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞിട്ട് മുന്നോട്ട് ചവിട്ടി പോകുന്ന കാണാം. അതിനുശേഷം ആ കൊച്ചിൻ്റെ പുറത്തൂടെ ഈ കാറ് കയറ്റി അയാൾ അങ്ങ് വിട്ടു പോവുകയാണ്. കുട്ടി കാറ് കയറി മരിച്ചു സ്പോട്ടിൽ. ആ കാറിൻ്റെ അടിയിൽ സൈക്കിളുമായിട്ട് കുട്ടി കിടക്കുന്ന ദൃശ്യം നമുക്ക് CCTV ദൃശ്യത്തിൽ കാണാം. എത്ര ദാരുണമായ ഒരു അന്ത്യമാണ്. മാലക പോലെ ഒരു കൊച്ചിനെ കൊന്നിട്ട്. ഇയാളൊരു മനുഷ്യമൃഗം തന്നെയെന്ന് സംശയം. മനുഷ്യമൃഗമാണ്. അവിടെ ഒരു മൂത്രം ഒഴിച്ചെന്ന് അയാളും മൂത്രം ഒഴിക്കും, ഈ കുട്ടികളും മൂത്രം ഒഴിക്കില്ലേ. മൂത്രം ഒഴിച്ചത് സ്ഥലം അല്പം മാറിപ്പോയിട്ട് എന്താ പ്രശ്നം? അത് ചോദിക്കാൻ ചെന്ന് ആ ഇത്ര വൈരാഗ്യത്തോട് അയാളെ കൊച്ചിൻ്റെ പുറത്തൂടെ കാറ് കയറ്റുന്നത് നമ്മളെല്ലാവരും CCTV ദൃശ്യത്തിൽ കാണാം. പക്ഷെ ഈ സംഭവം കുട്ടിയായിട്ട് ആ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് സംസാരിച്ച് 2 പേരും കുട്ടി നിഷേധിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു പോയെങ്കിലും ഇയാൾ അമ്പലത്തിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്തു. പക്ഷെ കുട്ടിയുടെ പുറത്തൂടെ കാറ് കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ട്രാഫിക് ആക്സിഡൻ്റ് ആണ് എന്നെല്ലാവരും കരുതി. ഏതായാലും പോലീസ് വന്നു. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ നിഷ്ഠൂരനായ കൊലപാതകി ഇവനാണ് ആ കൊച്ചിനെ കൊന്നതെന്ന് കൃത്യമായ ഉദ്ദേശത്തോടുകൂടി തന്നെ കൊന്നു എന്ന് നമുക്ക് കാണാം. നമുക്കെല്ലാവർക്കും അത് ദൃശ്യമാകും. കാരണം കാർ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. കൊച്ചും വേറെ ഒരു കുട്ടിയും അവന് ഇവനാലും പ്രായം കുറവാണ്. ഇയാളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സൈക്കിൾ ചവിട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇടതുവശത്തിന് മറ്റൊരു പയ്യനും സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അവർ ഒരു 10-20 മീറ്റർ 30 മീറ്റർ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്ത് നേരെ ആ കൊച്ചിൻ്റെ പുറത്തൂടെ കയറ്റി അങ്ങ് വിടുകയാണ്. ആ കാറ് ദൂരോട്ട് പോകുന്ന കാണാം. ട്രാഫിക് ആക്സിഡന്റ് കേസ് പോലീസ് നാട്ടുകാരും എല്ലാവരും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊരു മർഡറാണെന്ന് മനസ്സിലായത്. പ്രിയരഞ്ജൻ ഒളിവിൽ പോയി തമിഴ്നാട്ടിലേക്ക്. ഏതായാലും പോലീസ് അത് കൃത്യമായിട്ട് CCTV ദൃശ്യം കിട്ടിയുകൊണ്ട് അവർ ട്രാഫിക് ആക്സിഡന്റ് തള്ളിവിടാൻ പറ്റുന്ന ഒരു കേസ് കൊലപാതക കേസിലേക്ക് വന്നു. പുളിങ്കോട് ഉള്ള ആ കൊച്ചുങ്ങളെ മാതാപിതാക്കൾക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കാർക്കും സഹിക്കാൻ പറ്റില്ല. ഒരു കുറ്റവും ചെയ്തിട്ട് ഒരു കൊച്ച്
അതിൻ്റെ പുറത്തോട്ട് വണ്ടി കയറ്റി വിടുന്ന ഈ ദുഷ്ടൻ. ഇത് കോടതി കൃത്യമായിട്ട് അത് പരിശോധിച്ചിരിക്കുന്നു. കേസിൻ്റെ അന്വേഷണം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. CCTV ദൃശ്യമൊക്കെ കോടതിയിൽ എക്സിബിറ്റായിട്ട് മാർക്ക് ചെയ്ത് അവിടുത്തെ പോലീസ്. കാട്ടാക്കട പോലീസിനെ തീർച്ചയായിട്ടും പോയിച്ചാലും കാട്ടാക്കടയിൽ കേസ് അന്വേഷിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കുന്നു. കാരണം സത്യം നമുക്ക് മൂടി വെക്കാൻ കഴിയില്ല. അത് CCTV ദൃശ്യത്തിൽ കൂടെ നമ്മുടെ മുമ്പിൽ വന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വന്നു, പോലീസിന്റെ മുമ്പിൽ വന്നു. അത് കോടതി കണ്ടു. കോടതി ഇതിനൊരു തൂക്കിക്കൊല ആണ് വിധിക്കേണ്ടത്. കാരണം വൈരാഗ്യമോ നേരത്തെ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു കൊച്ചിനെ എങ്ങനെയാണ് ഒരാൾ വന്ന് കാർ കയറ്റിക്കൊള്ളുന്നത്? അയാളുടെ ഹുങ്കോ അഹങ്കാരമല്ലേ? അയാളുടെ കാറിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ ഹുങ്കെന്ന് ഞാൻ പറയുള്ളൂ. ആ കൊച്ചെന്ത് പിഴച്ചെന്ന് മനസ്സിലാകുന്നില്ല. മൂത്രമൊഴിച്ചതാണോ പ്രശ്നം? ഇങ്ങനെയുള്ളവനൊക്കെ ജീവപര്യന്തം തന്നെയാണ് കൊടുക്കേണ്ടത്. എന്തായാലും കൊച്ചിന്റെ മരണം ആ കൃത്യമായിട്ട് നമുക്ക് ആ CCTV ദൃശ്യം കാണാൻ പറ്റും. കാറിനടിയിൽ കൊച്ചും സൈക്കിളും കിടക്കുന്ന നമുക്ക് കാണാം. കോടതി എന്തായാലും കൃത്യമായി ഇയാൾക്ക് ജീവപര്യന്തം തടവ് കൊടുത്തു. ഇയാളെ ഒരു കാലത്തും പരോളിൽ വിടാൻ പാടില്ല. മറ്റൊന്ന്, ഇയാൾക്ക് 10 ലക്ഷം രൂപയുടെ പിഴയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ തുടക്കത്തിലെ ഇത് ഒരു ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും പോലീസിന്റെ അന്വേഷണ ത്വര കൊണ്ട് അവർ കൃത്യമായി CCTV ദൃശ്യം അവർക്കത് സംശയം തോന്നി. വീട്ടുകാരും നാട്ടുകാരും ഒരു ട്രാഫിക് ആക്സിഡന്റ് ആണ് കൊച്ച് ഉണ്ടായതെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മൂത്രമൊഴിച്ചൊരു സംഭവം അതിന് തൊട്ട് മുമ്പുണ്ടായതെന്നും ഇയാൾ കാറിട്ടവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നെന്നും അത് CCTV ദൃശ്യം അതിന്റെ സത്യം വെളിയിലോട്ട് പറഞ്ഞു. അത് അതേപടി കോടതി കൊടുത്തു. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം നടന്നു. കൃത്യമായ ഒരു പ്രസന്റേഷൻ കോടതിയിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നടത്തി. കോടതി അത് സത്യം കണ്ടെത്തി അയാളെ ശിക്ഷിച്ചു എന്നുള്ളത് വളരെയധികം നമുക്ക് സന്തോഷം തോന്നുന്നു. പക്ഷേ അതോടൊപ്പം ആ കുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും അവരുടെ സങ്കടം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? 15 വയസ്സ് വരെ വളർത്തി, അത് 10ാം ക്ലാസ്സിലാണ്. വലിയ പ്രതീക്ഷയോടെ അപ്പനും അമ്മയാണ്. അപ്പനും അമ്മയ്ക്കും 2 പേർക്കും ജോലിക്കാരാണ്. ഒരാൾ സെക്രട്ടേറിയറ്റിൽ ഭാര്യ, ഭർത്താവ് ടീച്ചറാണ്. എങ്ങനെ അവർക്ക് ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? മരണം വരെ ഒരു ദുഃഖം തന്നെയാണ് അവർക്ക് കൊച്ചിനെ നഷ്ടപ്പെട്ടത്. അത് യാതൊരു സംശയമില്ല. ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മാലാകുട്ടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ നമ്മളെ പല കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളെ എപ്പോഴും പരിരക്ഷിക്കണം, അവരെ നോക്കണം, അവരുടെ എല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. കാരണം ഇത് മാത്രമല്ല, അപകടം മാത്രം വരുത്തി വെക്കുന്നതല്ല. കാരണം ഡ്രഗ്സിൻ്റെ കൂടെ നമുക്ക് പോകാം, ഡ്രഗ്സുകാരെ ഇവരെ വഴിതെറ്റിക്കാം. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് നമ്മൾ കുട്ടികളെ സാധിക്കും. എപ്പോഴും ശ്രദ്ധ വേണം മാതാപിതാക്കൾക്ക്. അത് എത്ര പ്രായം ചെന്ന കുട്ടിയായാലും ശരി, മാതാപിതാക്കൾ അവരുടെ മരണം വരെ അവരുടെ മക്കളെ ശ്രദ്ധിക്കണം. അവർ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഉത്തരവാദിത്തം ഒഴിയുന്നില്ല. ഒരു ശ്രദ്ധ എപ്പോഴും മക്കളുടെ പേരിൽ ഉണ്ടാകണം.